വടക്കേ അമേരിക്കയിലുള്ളവർക്ക് ഗുഡ് ഈവനിങ്, നമസ്കാരം. ഗുഡ് ഈവനിങ്. താങ്ക് യു. ഒരാഴ്ചയുടെ കൂടുതലും ദൈവം നമ്മളെ സഹായിച്ചു. അതിനായിട്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈ നമ്മള് വെളിപാട് പുസ്തകം 16-ാം അധ്യായത്തിലാണ് നമ്മള്, ഇത് 3-ാമത്തെ ആഴ്ചയാണ് സെയിം അധ്യായത്തില് നമ്മള് പഠിക്കുന്നത്. നിങ്ങൾക്കത് ഈ ഞാൻ വിശദീകരിച്ചാണ് എല്ലാം എൻ്റെ സ്റ്റൈലാണ്, എല്ലാ കാര്യവും സിസ്റ്റമാറ്റിക് ആയിട്ട് വിശദീകരിച്ച് പഠിപ്പിക്കണം എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾക്ക് അത് ബോറിംഗ് ആയിട്ട് തോന്നുന്നു, പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാല് ആ നിലയിലും എനിക്ക് സമ്മതമാണ്. അതുകൊണ്ട് ഇത് 3-ാമത്തെ ആഴ്ചയാണ് ഈ 16-ാം അധ്യായം. ദൈവം അനുവദിച്ചാൽ ഇനിയും വരുന്ന ആഴ്ചയും ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. 3 ലോകമഹായുദ്ധം ഒരു 3ആയിട്ട് തരംതിരിച്ചാണ്, ഘട്ടമായിട്ടാണ് ഞാൻ പഠിപ്പിച്ചത്. ആദ്യം 83-ാം സങ്കീർത്തനത്തില് ഈജിപ്തും അവിടുത്തെ ഇസ്രായേലിന് ചുറ്റുമുള്ള മുസ്ലിം സംഘരാജ്യങ്ങൾ വരുന്നത്, ഇസ്രായേൽ അവരെ പരാജയപ്പെടുത്തുന്നതും, അതിനുശേഷം റഷ്യയും ഇറാനും അവിടുത്തെ നോർത്തിലുള്ള മുസ്ലിം സഖ്യകക്ഷികളും കൂടെ ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്നതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം നമ്മൾ വായിച്ചു. 39 വായിക്കാൻ സമയമില്ലാഞ്ഞതുകൊണ്ട് വായിച്ചില്ല. അപ്പൊ ഇന്ന് പഠിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത് ഇത് ഈ അർമഗദോൻ യുദ്ധം 3-ാം ഘട്ടത്തെ കുറിച്ചാണ്, ദൈവം അനുവദിച്ചാല്. എന്നാൽ നമ്മള് ഇത് പഠിക്കുന്നത് ഈ കാലത്തിനനുസരിച്ച് ഏറ്റവും അത്യുത്തമായ ഒരു സംഗതിയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ കാലം നമ്മൾ ഏറ്റവും ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇങ്ങനെ എന്നും പോകുമെന്ന് തോന്നുന്നില്ല. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ എല്ലാ സംഭവങ്ങളും അതാണ് വിളിച്ചറിയിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ മിനിഞ്ഞാന്ന് പറയുമ്പോൾ ജൂലൈ 29, 2025 അവിടെ ഈ വലിയൊരു ഭൂമികുലുക്കം വന്നു, സുനാമി വന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ റഷ്യയിലും ഹവായിലും കാലിഫോർണിയ വരെ ആയിരക്കണക്കിന് മൈലുകള് സുനാമി വരെ വന്നു. 30 അടി ഉയരത്തിൽ വരെ വെള്ളം പൊങ്ങി. എന്നാല് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. പാർപ്പിട സ്ഥലത്തല്ലായിരുന്നു. അപ്പൊ ഈ ഭൂമികുലുക്കവും സുനാമിയും എല്ലാം പണ്ട് മുതലേ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിന്റെ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള ഫ്രീക്വൻസി പണ്ടില്ലായിരുന്നു. പണ്ടുണ്ടായിരുന്ന ഭൂമികുലുക്കം പണ്ട് 100 കൊല്ലത്തിന് മുമ്പ് 100 200 ഭൂമികുലുക്കമാണ്. ഇപ്പൊ 2000 ഭൂമികുലുക്കമാണ്. ചെറുതും വലുതുമായിട്ടുള്ള ഭൂമികുലുക്കം ലോകത്തിൽ ഓരോ വർഷം തോറും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈ മിനിഞ്ഞാന്ന് നടന്നത് 8.8 ലാർജസ്റ്റ് ഭൂമികുലുക്കം, ഏറ്റവും വലിയ ഭൂമികുലുക്കമാണ്. മാഗ്നിറ്റ്യൂഡ് അത് അവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ റഷ്യയിൽ ഒരു വോൾക്കേനോയും പൊട്ടി. അപ്പൊ ഇങ്ങനെ ആ പ്രകൃതി ദുരിതങ്ങളും യുദ്ധങ്ങളും ക്ഷാമങ്ങളും യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള സിംറ്റംസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കെടുതികളും ക്ഷാമങ്ങളും പണ്ട് മുണ്ടേ ഉണ്ടെങ്കിലും അതെല്ലാം കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ നമ്മൾ ഇത് രൂപപ്പെടുത്തുവാനും പ്രത്യാശയോടെ ഇരിക്കുവാനും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഈ പഠനം സഹായിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥനയോടെ നമ്മൾ ഇരിക്കുക. നമ്മൾ ഇതിന് തുടക്കത്തിലായിട്ട് ഈ കഴിഞ്ഞ ആഴ്ച വായിച്ചത് തന്നെ വെളിപാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം മുതൽ 21 വാക്യങ്ങൾ വരെ ഇതിൽ സഹോദരി വായിക്കുക തുടക്കമായിട്ട്. പതിനാറിന്റെ 12-ാം വാക്യം മുതൽ. 6-ാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്കുനിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലും ഉള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ പോലെ വരും. തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവ അവരെ എബ്രായ ഭാഷയിൽ അർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർത്തു. 7-ാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായതു മുതൽ അതുപോലെ അത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിന്റെ ക്രോധമധ്യമുള്ള പാത്രം
മഹാബാബിലോന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദ്വീപും ഓടിപ്പോയി, മലകളും കാണുവാനില്ലാതെയായി. താലന്തോളം ഘനമുള്ള കല്ലായി വലിയ കൽമഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കൽമഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. താങ്ക് യു വെരി മച്ച്. ഇവിടെ ഈ ലോകത്തിന്റെ അവസാനത്തില് ഈ 6-ാമത്തെയും 7-ാമത്തെയും കലശം ഇവിടെ ഒഴിക്കുമ്പോഴാണ് ഈ ലോക അവസാനം വരുന്നത്. ആ ഭൂമി കുലുക്കം നമ്മളിപ്പം മിനിഞ്ഞാന്ന് വന്ന ഭൂമി കുലുക്കം 8.8 വലുതായിട്ടാണ് ഇവർ കാണുന്നത്, ഏറ്റവും വലിയ. എന്നാൽ ഇവിടെ ഈ ട്രിബുലേഷൻസ് മഹാപീഡന സമയത്തുണ്ടാകുന്ന ഭൂമി കുലുക്കം എനിക്ക് തോന്നുന്നു 10-50 റിക്ടർ സ്കെയിലിൽ വരും. അത് മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. അവിടെ 19-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിന്റെ ക്രോധമധ്യമുള്ള പാത്രം ബാബിലോണിന് കൊടുക്കേണ്ടതിന് അവളെ ദേവസ്ഥാനത്തിലേക്ക് ഓർത്തു. സകല ദ്വീപുകളും ഓടിപ്പോയി. അപ്പം ദ്വീപ് ഓടിപ്പോയ ഹവായ് ദ്വീപും നമ്മുടെ ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ഇത് മിനിക്കോയും എല്ലാം ദ്വീപുകളെല്ലാം തീരും. അതുപോലുള്ള ഭൂമി കുലുക്കമായിരിക്കും സംഭവിക്കുന്നത്. അതിപ്പോ 8.8 ഏറ്റവും വലുതാണെന്ന് പറഞ്ഞാല് ഇതൊക്കെ ഒരു കുഞ്ഞുകളി പോലെ തോന്നും. അന്നത്തെ അതുപോലുള്ള ഭൂമി കുലുക്കം ആയിരിക്കും അവിടെ ആ മഹാപീഡന കാലത്ത് സംഭവിക്കുന്നത്. ഞാന് ഇതിന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, നിങ്ങൾ ആരെങ്കിലും കണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ സാധാരണ കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോ ഒരാളെ കണ്ടുള്ളതായിട്ട് പറഞ്ഞുള്ളൂ. പിന്നെ അതിനകത്ത് കഴിഞ്ഞ ആഴ്ച 2 ദിവസം മുമ്പിട്ടല്ലേ, അത് ഞാൻ കണ്ടായിരുന്നു. അല്ല, ഇപ്പം വൈകിട്ടിട്ടത് ഞാനൊന്ന് ഓപ്പൺ ചെയ്തു, പക്ഷേ ഇതിൽ കാണാൻ സമയമില്ലായിരുന്നു. വൈകിട്ടിട്ടത് പിന്നെ ഞാനൊരു യൂട്യൂബിലെ ഒരു വീഡിയോ എടുത്തിട്ട്, എന്ന് വെച്ചാൽ ഞാൻ വരുന്ന ആഴ്ച അത് ഈ ജെറുസലേമിന്റെ കിഴക്കേ വാതിലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഗോൾഡൻ ഗേറ്റിനെ കുറിച്ചാണ്, സുന്ദര ഗോപുരം. അന്നേരം ഞാൻ എങ്ങനെ യൂട്യൂബ് നോക്കിയപ്പോ ഇതിന്റെ ഒരു ഇപ്പം കണ്ട ഉടനെ തന്നെ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യാറ്. അത് വരുന്ന ആഴ്ചയാണ് അത് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അതിന് മുമ്പ് ഞാൻ ഇട്ടിരുന്നത് ഈ 200 മില്യൺ അലക്സാണ്ടർ കുര്യന് അത് കേട്ടായിരുന്നല്ലേ. അപ്പൊ അതിന്റെ അകത്ത് റേമണ്ട് മില്യൺ ആർമി ചൈനയിൽ നിന്ന് വരുന്നതിനെ കുറിച്ചും അവിടുത്തെ റോഡിന്റെയും ഒക്കെ എല്ലാം ആദ്യം ഒരു വിശദീകരണം കൊടുത്തായിരുന്നു. അത് തന്നെ. താങ്ക് യു. അപ്പൊ അത് വളരെ, അതുപോലെ ഈ മാഗോഗ് ഇതിന്റെയൊക്കെ 3-4-5-6 വീഡിയോ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് താല്പര്യം അത് കൂടുതലിട്ട് ശല്യപ്പെടുത്തേണ്ടെന്ന് കണ്ട ഇടാത്തത്. താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ ഇടാം. അതുപോലെ ഗോഗ് മാഗോഗിന്റെ വേറെയും വീഡിയോ ഇതായിട്ടുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച റഷ്യ അവർ പട്ടാളം വരുമ്പോൾ അവിടെ സൂപ്പർ നാച്ചുറൽ ആയിട്ട് ദൈവമോട് ഇടപെട്ട് അവരെ നശിപ്പിക്കും എന്നുള്ളതാണ്. 38-ാം അധ്യായം എസെക്കിയേൽ 38 വായിച്ചിട്ടാണ് നമ്മൾ അവിടെ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. ഇപ്പം സമയം കുറവായതുകൊണ്ട് പിന്നെ എന്നാലും ഇപ്പം സമയം കൂടി. ഇപ്പൊ എസെക്കിയേൽ 39 അത് പിന്നെ 1 മുതൽ 14 വരെ വാക്യങ്ങൾ നിങ്ങൾ ആരും വായിക്കുക. ആ യുദ്ധത്തിന്റെ എങ്ങനെയാ സംഭവിക്കുന്നുള്ളത് അതിന്റെ റിസൾട്ട് നമുക്ക് കാണാം, അതിന്റെ കൺക്ലൂഷൻ കാണാം. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കുക. എസെക്കിയേൽ 39 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. നീയോ മനുഷ്യപുത്ര, ഗോഗിനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 1/6 ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്തു നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. നിന്റെ ഇടം കൈയിൽ നിന്ന് ഞാൻ നിന്റെ വില്ല് തെറിപ്പിച്ച് വലം കൈയിൽ നിന്റെ അമ്പ് വീഴിക്കും. നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള ജാതികളും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും. ഞാൻ നിന്നെ കഴുകു മുതലായ പറവയ്ക്കൊക്കെയും കാട്ടുമൃഗത്തിനും ഇരയായി കൊടുക്കും. നീ വെളിം പ്രദേശത്ത് വീഴും. ഞാനല്ലോ അത് കൽപ്പിച്ചിരിക്കുന്നതെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. മാഗോഗിലും തീരപ്രദേശങ്ങളിൽ നിർഭയം വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ തീ അയക്കും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഇങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധനാമം എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നടുവിൽ വെളിപ്പെടുത്തും. ഇനി എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കയില്ല. ഞാൻ ഇസ്രായേലിൽ പരിശുദ്ധനായ യഹോവയാകുന്നുവെന്ന് ജാതികൾ അറിയും.
ഇതാ അത് വരുന്നു, അത് സംഭവിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം. ഇസ്രായേലിൻ്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് പരിച, പലക, വില്ല്, അമ്പ്, കുറുവടി, കുന്തം മുതലായ ആയുധങ്ങളെ എടുത്ത് തീ കത്തിക്കും. അവർ അവയെ കൊണ്ട് 7 സംവത്സരം തീ കത്തിക്കും. പറമ്പിൽ നിന്ന് വിറക് പെറുക്കുകയോ കാട്ടിൽ നിന്ന് ഒന്നും വെട്ടുകയോ ചെയ്യാതെ ആയുധങ്ങളെ തന്നെ അവർ കത്തിക്കും. തങ്ങളെ കൊള്ളയിട്ടവരെ അവർ കൊള്ളയിടുകയും തങ്ങളെ കവർച്ച ചെയ്തവരെ കവർച്ച ചെയ്യുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അന്ന് ഞാൻ ഗോഗിന് ഇസ്രായേലിൻ്റെ ഒരു ശ്മശാന ഭൂമി കൊടുക്കും. കടലിന് കിഴക്ക് വശത്ത് വഴിപോക്കരുടെ താഴ്വര തന്നെ. വഴിപോക്കർക്ക് അത് വഴിമുടക്കമായി തീരും. അവിടെ അവർ ഗോഗിനെയും അവൻ്റെ സകല പുരുഷാരത്തെയും അടക്കം ചെയ്യും. അവർ അതിന് ഹാമോൻ ഗോഗ്, ഗോഗ് പുരുഷാരത്തിൻ്റെ താഴ്വര എന്ന് പേർ വിളിക്കും. ഇസ്രായേൽ ഗൃഹം അവരെ അടക്കം ചെയ്തു തീർത്ത് ദേശത്തെ വെടിപ്പാക്കുവാൻ 7 മാസം വേണ്ടിവരും. ദേശത്തിലെ ജനം എല്ലാം കൂടി അവരെ അടക്കം ചെയ്യും. ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുന്ന നാളിൽ അത് അവർക്ക് കീർത്തിയായിരിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവൃത്തിക്കാരെ നിയമിക്കും. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. താങ്ക് യു, അപ്രീഷിയേറ്റ് വെരി മച്ച്. അപ്പൊ ഇവിടെ നേരത്തെ ഞാൻ പ്രസ്താവിച്ചതുപോലെ ബൈബിൾ പണ്ഡിതന്മാർ പലരും ഈ മഹാപീഡന കാലത്തിന്റെ മധ്യത്തിലാണ് യുദ്ധം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 83-ാം സംഘത്തിലെ യുദ്ധവും ഈ യുദ്ധവും റാപ്ചറിന് മുമ്പായിരിക്കാനാണ് സാധ്യതയുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ചില ക്ലൂ കാണുന്ന 7 വർഷം അവിടെ ആയുധങ്ങൾ തന്നെ വിറകായിട്ട് അവർ ഉപയോഗിക്കും. 7 മാസം അവിടെ ആ ശവങ്ങൾ കുഴിച്ചിടുവാനായിട്ട് എടുക്കുമെന്നാണ്. 7 വർഷം ഇടണേൽ മഹാപീഡനത്തിന്റെ പകുതിക്കാണെങ്കിൽ ഇത് സംഭവിക്കുന്നെങ്കിൽ പിന്നെ 7 വർഷം യേശുക്രിസ്തു മഹാപീഡനത്തിന്റെ അവസാനത്തിൽ യേശുക്രിസ്തു വരുമല്ലോ, രാജ്യം സ്ഥാപിക്കുമല്ലോ, നമ്മളെല്ലാം കൂടി ഒരുമിച്ച് വന്ന്. അപ്പോൾ അത് യുക്തിക്ക് ചേരുന്നില്ല. അതുകൊണ്ട് എന്റെ പഠിത്തത്തിൽ ഞാൻ ആ വീഡിയോയിലും അതാ പറഞ്ഞിരിക്കുന്നത്, ഇത് റാപ്ചറിന് മുമ്പായിരിക്കും ഈ യുദ്ധങ്ങൾ നടക്കാൻ സാധ്യതയുള്ളത്. എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ബോംബൊന്നും ആയിരിക്കണമെന്നില്ല. ഇതാണ് അതിന്റെ ക്ലൂകൾ. പിന്നെ ഇവിടെ തന്നെ വേറൊരു സംഗതി, അവിടെ ഈ പക്ഷികളും ഒക്കെ ശവം തിന്നാൻ വരുമെന്ന് പറഞ്ഞപ്പം ഈ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ചില സംഗതികൾ ന്യൂസ് ഞാൻ അറിഞ്ഞത്, അവിടെ പണ്ട് ആയിരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ചില പക്ഷികൾ അവിടെ ഇസ്രായേൽ ഇല്ലായിരുന്നു. എന്നാൽ കുറച്ച് വർഷങ്ങളായിട്ട് ചില പക്ഷികളെയൊക്കെ അവിടെ കഴുകനെ പോലുള്ള ചില പക്ഷികളെയൊക്കെ ഇസ്രായേലിൽ അവിടെ കാണുന്നുണ്ട്. അവിടെ ഈ ശവം തിന്നാൻ തന്നെ ഈ പക്ഷികൾ വരുമെന്നുള്ളതാണ് അവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പം ആ അവസാന കാലത്തിന് ദൈവം എല്ലാം പുരുകിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ആ പടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് നമ്മുടെ മക്കളുടെ ശേഷമോ കൊച്ചുമക്കളുടെ ശേഷമോ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ ഭയഭക്തിയോടെ ജീവിച്ചിരിക്കുക. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രമസമാധാന നിലയും ധാർമ്മിക മൂല്യച്യുതികളും എല്ലാം അതാണ് ഇവിടെ കാണിക്കുന്നത്. അർമഗദോൻ യുദ്ധം, ഇത് നമ്മൾ അതാണ് ആദ്യം വായിച്ചത്. ലോക ചരിത്രത്തിൽ മനുഷ്യനെ ഏറ്റവും ഭയപ്പെടുത്തിയ ഒരു വാക്കാണ് അർമഗദോൻ എന്ന് പറയുന്നത്. ഈ വാക്ക് ബൈബിളിൽ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇന്ന് വായിച്ച ഒരു ഭാഗത്ത് മാത്രമേ ഒരു അർമഗദോൻ ഒറ്റ വേളേ ഉള്ളൂ. പക്ഷെങ്കിൽ നമ്മുടെ വൊക്കാബുലറിയില് ദൈനംദിന സംസാരത്തിലുണ്ട് ക്ലൈമറ്റ് അർമഗദോന്. ഇപ്പൊ എന്തെങ്കിലും ഒരു വലിയ സർവനാശം വരുമ്പം അർമഗദോൻ ചേർത്താണ് അവിടെ ജലപ്രളയം വരുമ്പോഴും എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ മനുഷ്യരുടെ എല്ലാം ശരീരത്തിൽ അത് രൂഢമൂലമായിരിക്കുകയാണ് അർമഗദോനുള്ള വാക്ക് തന്നെ. ഒരു ഭയത്തെ സൃഷ്ടിച്ചിരിക്കുകയാണ്. മനുഷ്യ ചരിത്രത്തിലെ അന്തിമ യുദ്ധത്തിനുള്ള സ്ഥലമാണ് ഇത്. ഇസ്രായേലുള്ള ജസ്രിയിൽ താഴ്വരയിലുള്ള മെഗിദോ താഴ്വര. അത് ജസ്രിയിൽ താഴ്വരയിലാണ് മെഗിദോ എന്ന് പറയുന്ന താഴ്വര തന്നെ. പല പേരുകളുണ്ട്. ഒരാളുടെ ടെലിഫോണ് മ്യൂട്ട് ചെയ്തിട്ടില്ല, ശബ്ദം എനിക്ക് കേൾക്കാം. കുഞ്ഞമ്മ എന്നാണ് അവിടെ കാണുന്നത്. ഈജിപ്തിനെ മെസപ്പൊട്ടേമിയയുമായിട്ട് ബന്ധിപ്പിക്കുന്ന റോമാക്കാർ വയാമാർസ് എന്ന് വിളിക്കുന്നതുമായ ഈ സ്ഥലം വയാമാർസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇസ്രായേലിൽ പോയിട്ടുണ്ട്? ബൈ ദ വേ, ആരെങ്കിലും പോയിട്ടുള്ളവരുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. അവിടെ
പോകുമ്പോൾ നമുക്കറിയാം വയാമാറിസ് അവിടെ കാണാം. വയാമാറിസ് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ വഴി, വേ ഓഫ് ദ സീ എന്നാ പറയുന്നത്. വയാമാരിസ് അവിടുത്തെ ഡിസ്ക്രിപ്ഷൻ കാണാം. ഈ സ്ഥലം സൈനികരും വ്യാപാരികളും സഞ്ചരിച്ചിരുന്ന യോർദാനിലേക്കുള്ള ഒരു മാർഗമായിരുന്നു. അപ്പൊ പോകാനുള്ളവരുടെ എനിക്ക് പറയാനുള്ള ആരോഗ്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ മരണത്തിന് മുമ്പ് ഒരിക്കലൊന്ന് പോകണമെന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നടന്ന സ്ഥലവും ഒക്കെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞ് നമ്മൾ വേദോത്സവം വായിക്കുമ്പോൾ നമുക്ക് വേറൊരു അർത്ഥമാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ വേറൊരു പ്രകൃതിയാണ് നമ്മൾ വായിക്കുമ്പോൾ തന്നെ വേദോത്സവം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു അനുഭൂതിയാണ്. അത് പറയാൻ, അത് അനുഭവിച്ച് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും പോകുന്നവരുടെ കൂട്ടത്തിൽ പോകണമെന്നാണ് എൻ്റെ റെക്കമെൻഡേഷന്. ഈ താഴ്വരയുടെയും ഗലീല കടലിന്റെയും മധ്യത്തിലായി കിഴക്ക് താബോർ മലയിൽ നിന്നും ദൂരത്തല്ലാതെയായിരുന്നു നസ്രയത്ത് സ്ഥിതി ചെയ്യുന്നത്. ആധുനിക ഭൂപടത്തിൽ ടെൽ മെഗിദോ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ടെൽ ഹർ എന്നതിന് ഹർമഗദോൻ എന്നുള്ളതിന്റെ ഹർ എന്നുള്ളതിന് പർവ്വതം എന്നാണ് എബ്രായ ഭാഷയില് പർവ്വതം. മെഗിദോ പർവ്വതത്തിന്റെ താഴ്വരയിൽ വെച്ച് നടക്കുന്ന യുദ്ധമായതിനാലാണ് ഹർമഗദോൻ യുദ്ധം എന്ന് വിളിക്കുന്നത്. ഭൂമിയിലെ മറ്റേത് സ്ഥലത്തേക്കാൾ കൂടുതൽ യുദ്ധം നടന്ന സ്ഥലമാണിത്. ഇന്നിപ്പോ 6000 കൊല്ലത്തെ ചരിത്രം എടുത്താൽ ഏറ്റവും കൂടുതൽ യുദ്ധം നടന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. അതിന്റെ അവസാന കൺക്ലൂഷൻ യുദ്ധവും അന്തിക്രിസ്തുവുമായിട്ട് അവിടെ നടക്കുന്നതും ഈ സ്ഥലത്ത് തന്നെയായിരിക്കും. അപ്പൊ ജസ്രീൽ, ഇതിന് പല പേരുകളുണ്ട്. ജസ്രീൽ താഴ്വര എന്ന് പറയും. മെഗിദോയ്ക്ക് ജസ്രീൽ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാണ്. എസ്കലോൺ താഴ്വര എന്നും പറയും. വേറെ പേരുണ്ട്. കീശോൻ താഴ്വര, ഇതെല്ലാം ഹർമഗദോൻ, ഇവയെല്ലാം ഒറ്റ സ്ഥലത്തെയാണ് കാണിക്കുന്നത്. ഇപ്പൊ വെളിപാട് 16 ഇപ്പം വായിച്ചപ്പോൾ പടിഞ്ഞാറൻ ദേശത്തെ രാജാക്കന്മാരെല്ലാം ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണ് ഇത്. എബ്രായ ഭാഷയിൽ ഹർമഗദോൻ. വേദപുസ്തകത്തിന് ഇവിടെ മാത്രമാണ് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത്. എബ്രായ ഭാഷയിലെ ഹർമഗദോ എന്ന വാക്കിന്റെ യവന പരിഭാഷയാണ് ഹർമഗദോൻ എന്ന പദം. ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ആണിത്. പുരാതന ഇസ്രായേൽ ചരിത്രത്തിന്റെ ഒട്ടുമിക്ക കാലഘട്ടങ്ങളിലേതുമായ 25-ലധികം പട്ടണങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും ഖനനം ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനത് അവിടെ പോയപ്പോഴാണ് മനസ്സിലാക്കി. 25 ഡിഫറന്റ് സംസ്കാരങ്ങൾ, രാജാക്കന്മാരും അവിടെ സാമ്രാജ്യങ്ങൾ വരുമ്പോൾ ഓരോ സാമ്രാജ്യം വന്നിട്ട് അത് കുഴിച്ചു മൂടിയിട്ട് അതിന്റെ മണ്ടയിലാണ് അടുത്ത സാമ്രാജ്യക്കാര് പണിയുന്നത്. അങ്ങനെ 25-ലധികം പട്ടണങ്ങളുടെ അവശിഷ്ടങ്ങളാണ് അവിടെ ടെൽ എന്ന് പറയുന്ന. അവിടെ ചെന്നപ്പോൾ റഷ് പ്രോഗ്രാം കൂടെ പോയ എന്റെ ഫാമിലിറ്റിയിൽ നിന്നാണ് ഞാനിത് കണ്ട് മനസ്സിലാക്കിയ. റെക്സ് അവിടെ എക്സ്പ്ലെയിനും ചെയ്തായിരുന്നു. അല്ലാതെ വായിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല. പുരാതന ലോകത്തിൽ വയാമാരിസ്, മുമ്പ് ഞാൻ പറഞ്ഞത് തന്നെ സമുദ്രത്തിന്റെ വഴി എന്ന പറയുന്ന തന്ത്രപ്രധാനമായ അന്തർദേശീയ പാതയാണ് മെഗിദോ നിയന്ത്രിച്ചിരുന്നത്. ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് സ്ഥലമാണ്. ഇസ്രായേലിലെ പുരാവസ്തു വകുപ്പിന്റെ ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ് ഈ മെഗിദോ. ഈജിപ്തിൽ നിന്നും തുടങ്ങി തെക്കൻ ബാബിലോണുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാന പാത സാമ്രാജ്യങ്ങളെയും വ്യാപാരങ്ങളെയും ബന്ധിപ്പിച്ചിരുന്നു. ലോകത്തിലെ മുഴുവൻ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിലൂടെ പോയി ഈ ദേശീയപാതയിലെ മെഗിദോയുടെ സ്ഥാനം ഇതിനെ ഒരു വാണിജ്യ നഗരമാക്കി. അപ്പം ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായിരുന്നു ഇത്. മെഗിദോ ഒരു തന്ത്രപ്രധാനമായ സ്ഥലമായിരുന്നതിനാൽ ഇതിനെ നിയന്ത്രിച്ചിരുന്നവർക്ക് ഏത് ദേശത്തെയും നിയന്ത്രിക്കാമായിരുന്നു. അപ്പൊ ഇതിന് കൺട്രോൾ ഉള്ളവർക്ക് മറ്റുള്ള അയൽ രാജ്യങ്ങളെയും എല്ലാം നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് റോമൻ സൈന്യം മെഗിദോവിൽ തങ്ങളുടെ ആസ്ഥാനം സ്ഥാപിച്ചു. 1799 നെപ്പോളിയൻ ഇവിടെ യുദ്ധം ചെയ്തു. നെപ്പോളിയൻ ബോണപ്പാർട്ട് അറിയാം, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ജനറൽസ് എവർ ലിവ്ഡ്. ലോകത്തിലെ സകല രാജ്യങ്ങൾക്കും അവരുടെ സൈന്യത്തെ ഇവിടെ യുദ്ധത്തിന് കൂട്ടാമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ഇതിന്റെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാല് ഈ പഴയ കാലത്ത് ജോൺ നെൽസൺ ഡാർബി ഒക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രവചനങ്ങളും ഒക്കെ വായിച്ച് ഈ ക്രിസ്ത്യാനികൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. നെപ്പോളിയനും അറിയായിരുന്നു അവസാനത്തെ യുദ്ധം ഇവിടെ വെച്ചാൽ ഈ മെഗിദോ താഴ്വര അവിടെ പോയി കണ്ടതില്ലേ. ഞാനും അന്മയും പോയപ്പോൾ കണ്ടതാണ്. കാണുമ്പോൾ അറിയാം. അവിടെ അതിന്റെ പടമാണ് റോഡ് ടു ഹർമഗദോൻ എന്നുള്ള എന്റെ ഒരു കൊച്ചു ബുക്കിലേക്കുള്ള അതിന്റെ പടമാണ് ഞാൻ അവിടെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് അത്രയും ഒരു വിശാലമായ ഒരു സ്ഥലം ലോകത്തിൽ ഒരിടത്തുമില്ല. നെപ്പോളിയനും അതാ പറഞ്ഞത്. അവസാന ഭൂമിയിലെ അന്തിമ യുദ്ധം നടക്കുമെന്ന് മെഗിദോവിൽ വെച്ചായിരിക്കുമെന്ന് നെപ്പോളിയൻ പ്രസ്താവിച്ചു. വടക്ക് കനാനെതിരെ മിസ്രൈമിലെ ഫറവോൻ തുത്മോസ് മൂന്നാമൻ 1479 മെഗിദോയ്ക്ക് അടുത്ത് ഒരു യുദ്ധം നടത്തി. യോശുവ 12:21 നമുക്കത് കാണാം. ഇസ്രായേലിയർ കനാനുടെ മേൽ വിജയം കൈവരിച്ചപ്പോൾ മെഗിദോയെ കുറിച്ച് വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് രേഖപ്പെടുത്തി.
ആ, ഈ യോശുവ 17:11 മനശ്ശെക്ക് മെഗിദോ അവകാശമായി ലഭിച്ചു. ഇസ്രായേൽ രാജാവായ ശലോമോൻ മെഗിദോയിൽ ഒരു വലിയ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയതായി 1 രാജകുമാർ 9:5 കാണുന്നു. ഞാനിത് പറയുന്നത് സമയമില്ലാത്തതുകൊണ്ടാണ് വായിപ്പിക്കാത്തത്. ഇത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ റെക്കോർഡ് കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നോട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് പിന്നെ വായിക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. ഈ സബ്ജക്റ്റ് ശരിക്കും പഠിക്കുകയാണെങ്കിൽ 1 രാജകുമാർ 9:5 കാണുന്നുണ്ട്. ശലോമോൻ മെഗിദോയെ തന്റെ ജില്ലാ കേന്ദ്രങ്ങൾ ഒന്നിന്റെ തലസ്ഥാനമായും 3 സൈനിക നഗരത്തിൽ ഒന്നായും മാറ്റി. അപ്പൊ ഇവിടെ ഗിദെയോന്റെ കഥ എല്ലാവർക്കും അറിയാമല്ലോ. നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ പ്രസംഗം പഠിച്ചു വരുന്നവരെല്ലാം ആദ്യം പല പ്രസംഗങ്ങളുള്ള ഗിദെയോന്റെ ആയിരുന്നു. 300 പേർ ഒരുമിച്ച് മിദ്യാനോട് യുദ്ധം ചെയ്ത കാര്യം, കലം തല്ലി പൊട്ടിച്ചതും എല്ലാം നമ്മൾ പ്രസംഗം കൊച്ചിലെ മുതൽ കേൾക്കുന്നതാണല്ലോ. ഗിദെയോൻ ജസ്രിൽ എന്നാണ് അവിടെ വിളിക്കുന്നത്. മെഗിദോയിൽ വെച്ച മിദ്യാനരെ പരാജയപ്പെടുത്തിയത്. ന്യായമാരുടെ 7:6 മുതൽ 33 വാക്യങ്ങൾ ജഡ്ജസ്, അത് സമയം കിട്ടുമ്പോൾ നിങ്ങൾ എഴുതിയിട്ടിട്ട് ന്യായാധിപന്മാർ 7-ാം അധ്യായത്തിൽ അത് ശരിയായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ശൗൽ രാജാവിന്റെയും യോശിയാവിന്റെയും പരാജയം അവിടെ വെച്ചാണ് അവരും മരിക്കുന്നത്. അവിടാണ് 2 രാജകുമാർ 23-ന്റെ 29-30 വാക്യങ്ങൾ ഇവിടെ കാണാം. അവിടെ ജോസിയ രാജാവ് ഫറവോനൊക്കെയാണ് യോശിയാവെ വധിച്ചത്. യോശിയാവിന്റെ മരണത്തെ കുറിച്ച് അപ്പൊ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ഇസ്രായേലിലെ ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു സംഗതി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആർക്കെങ്കിലും ഏറ്റവും ആര് മരിച്ചപ്പോഴാണ്? ദാവീദ് മരിച്ചപ്പോഴാണോ, യേശു മരിച്ചപ്പോഴാണോ ഏറ്റവും അവര് വലിയ ദുഃഖം ഉണ്ടായത്? ഏറ്റവും ഇസ്രായേലിയർക്ക് ഏറ്റവും സഹിക്കാൻ വയ്യാത്ത അവരുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുഃഖം ഉണ്ടായ സംഭവം ഏതാണെന്ന് അറിയാമോ? അപ്പൊ ഈ രണ്ട് ക്രോണിക്കൾ 35-20-27 വായിച്ചു. ഞാനത് ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിട്ട് 2 ക്രോണിക്കൾ അവരുടെ 35-20-27 വരെ. രാജകന്മാരിലും എഴുതിയിട്ടുണ്ട്, 20 ഇത് ഞാൻ ഇവിടുത്തെ നോട്ടില് ഈ 2 ക്രോണിക്കളാണ് എഴുതിയിരിക്കുന്നത്, 35-20-27 വരെ. എടുക്കാൻ ഇച്ചിരി താമസമാണല്ലോ. യിരെമ്യാവും യോശിയാവെ കുറിച്ച് വിലപിച്ചു. സകല സംഗീതക്കാരും സംഗീതക്കാരത്തികളും ഇന്നുവരെ അവരുടെ വിലാപങ്ങളിൽ യോശിയാവെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. ഇസ്രായേലിൽ അത് ഒരു ചട്ടമായിരിക്കുന്നു. അവ വിലാപങ്ങളിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യോശിയാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും യഹോവയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമുള്ള അവൻ്റെ സൽപ്രവൃത്തികളും ആദ്യ അവസാനം അവൻ്റെ ചരിത്രവും ഇസ്രായേലിലെയും യഹൂദയിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അതെ. അപ്പൊ അതിൽ നിന്ന് പിന്നെ ഇത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത് ഒരു സൈഡ് ട്രാക്ക് ചെയ്ത് ഞാൻ പോവുകയാണ്. എന്നാലും ഇതിൽ നിന്നൊരു നമുക്ക് സത്യം പഠിക്കേണ്ടത്, ഇസ്രായേലിലെ ഏറ്റവും നല്ല ഉത്തമനായ രാജാവായിരുന്നു യോശിയാവ്, ജൊസായ എന്ന് പറയും അദ്ദേഹം. അതുകൊണ്ടാണ് ദാനിയേലിനെ പോലുള്ള മഹാന്മാരും ഒക്കെ ഭാവിയിൽ അങ്ങനെ അവിടെ ഉണ്ടാകാൻ കാര്യം. അപ്പൊ 8-ാമത്തെ വയസ്സ് മുതൽ ആ നിലയിൽ ഭരിച്ചു എങ്കിലും നമ്മുടെ വിശ്വാസികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, യോശിയാവിന്റെ കൂടെ ചെറുപ്പം മുതലേ ദൈവത്തിന് പരിപൂർണ സമർപ്പണം ചെയ്തുകൊണ്ട് ദൈവം അവന്റെ എല്ലാ കാര്യത്തിലും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ മരിക്കുന്നതിന് മുമ്പ് ഫറവോനൊക്കവുമായിട്ട് യുദ്ധത്തിന് പോകുമ്പം ഫറവോനൊക്കോ എന്തിനാ അവിടെ നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും, സമയമുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് 2 രാജാക്കന്മാര് 23 ഈ ഭാഗങ്ങൾ വായിക്കുക. അവിടെ ആ ചരിത്രം വായിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് നല്ല എപ്പോഴും വലിയൊരു സഹായകരമായിരിക്കും. അപ്പോഴ് ഫറവോനൊക്കോ അവിടെ യുദ്ധത്തിന് പോകുന്ന ദൈവത്തിന്റെ കമാൻഡ് കൊണ്ട് അയാളെ ജാതീയ രാജാവാണെന്ന് ദൈവം പറഞ്ഞിട്ടാണ് പോണത്. അപ്പം ആ യോശിയാവിന് ദൈവമകനായിട്ട് പോലും യോശിയാവിന് അത് മനസ്സിലായില്ല. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചില്ല, ഒരു ഗൈഡൻസ് ദൈവത്തോട് ചോദിച്ചില്ല. അതാണ് അവിടെ ഒറ്റ ഒരു തെറ്റ്.
പല കാര്യങ്ങളും അവിടെ നമ്മൾ ജീവിതം മുഴുവൻ ചെയ്ത് പറഞ്ഞ ഒറ്റ ഒരു മോശയുടെ കാര്യം പറഞ്ഞു. മോശ ഇത്രയൊക്കെ ചെയ്തു പോലെ ഒറ്റ ഒരു തെറ്റ്, ഒറ്റ അനുസരണക്കേട് കൊണ്ട് അവിടെ കനാൻ ദേശത്ത് പ്രവേശിച്ചില്ല എന്ന് പറഞ്ഞതുപോലെ ഫറവോനൊക്കെ യോശുവയോട് പറയുന്നുണ്ട്, നീ യഹോവ പറഞ്ഞിട്ടാണ് വരുന്നത്, നീ എന്തിനാ എന്നോട് യുദ്ധം ചെയ്യുന്നു വരുന്നത്? ഒരു ജാതിയായ ഒരു രാജാവ് യോശുവയോട് പറയുന്നു. എന്നാൽ അദ്ദേഹം ശ്രദ്ധിച്ചില്ല. അവിടെ യോശുവ മരണപ്പെട്ടു. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര ദൈവത്തോട് അടുത്ത് ജീവിച്ചു, ആ ഗൈഡൻസിൽ പരിശ്രമം ജീവിച്ചാലും നമ്മൾ ദൈവത്തിന്റെ അനുവാദവും നമ്മൾ ചോദിക്കാതെ ഒരു തെറ്റ് ചെയ്താൽ അത് നമ്മുടെ യോശുവനെ പോലെ ആയിരിക്കും. അപ്പൊ ആ യോശുവിന്റെ സമയത്ത് യെരമ്യാവും എല്ലാവരും വിലപിച്ചു. ഇതുപോലെ ഒരു വിലാപം ഉണ്ടായിട്ടില്ല. ഇനി ഭാവിയിൽ ഒരു വിലാപം ഉണ്ടാകാൻ പോകുന്നത് യോശുവ മരിച്ചതുപോലെ യേശുക്രിസ്തു വരുമ്പോൾ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് കാണുമ്പോൾ അവർക്ക് യോശുവ മരിച്ചപ്പോഴത്തെ പോലുള്ള വിലാപം അവർക്കുണ്ടാകും. അങ്ങനെ 2 വിലാപങ്ങളായിരിക്കും ഇസ്രായേലിൽ. ഒന്ന് കഴിഞ്ഞു, ഒന്ന് വരാൻ പോകുന്നു. സക്കറിയ പ്രവചനം 12:12 സമയം കുറവുകൊണ്ട് വായിച്ചാട്ടെ. 12:10 മുതൽ വായിക്കുക. ഞാൻ ദാവീദ് ഗൃഹത്തിലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെ യാതനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും. അന്നാളിൽ മെഗിദ്ദോ താഴ്വരയിലുള്ള ഹദരമോനിലെ വിലാപം പോലെ യെരൂശലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും. ദേശം അത് മതി. അപ്പൊ അവിടെ അന്നാള് മെഗിദ്ദോയിൽ ഹദരമോൻ എന്ന് പറയുന്ന ആ സംഭവം എന്ന് പറഞ്ഞാൽ യോശുവ മരിച്ച സ്ഥലമാണ്. മെഗിദ്ദോയിൽ നിന്ന് അന്ന് കരഞ്ഞതുപോലെ യേശുക്രിസ്തുവിനെ കാണുമ്പോൾ ഇതാണ് ഞങ്ങളുടെ നാഥനായ യേശുക്രിസ്തു മശിഹായെ ക്രൂശിയല്ലോ എന്ന് കിടത്ത് ആദിജാതം മരിക്കുന്ന പോലെ. ഇപ്പം വായിച്ചെടുത്ത് അത് അവര് ഹാർട്ട് ബ്രോക്കൺ ഹാർട്ട് അതുപോലെ അവർ വിലപിക്കും. അതുപോലുള്ള ഒരു ഉത്തമനായ രാജാവായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ ഒരു പാഠമാണ് യോശുവയുടെ ജീവിതം. നമ്മള് ഉത്തമനായിരുന്നുവെങ്കിലും ഒരു തെറ്റിനാല് കൊല്ലപ്പെട്ടു. എന്നാൽ ഏറ്റവും ചരിത്രത്തില് ദൈവത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു ജോസായ. ദെബോറായും ബാരാക്കും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാട്ടുപാടി. കാരണം മെഗിദ്ദോയ്ക്ക് സമീപത്ത് വെച്ച് അവർ കനാൻ സൈന്യത്തെയും സിസറയെയും തോൽപ്പിച്ചു. ന്യായാധിപന്മാര് 5:19-21 നമുക്കത് കാണാം. അവിടെ നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ന്യായാധിപന്മാര് ജഡ്ജസ് 5:19-21. തിഗ്ലത്ത്-പിലേസർ മൂന്നാമന്റെ അത് 745-727 BC-യിലാണ്. മൂന്നാമന്റെ കാലത്ത് അശൂർ രാജ്യത്തിന്റെ ഒരു പ്രവിശ്യ തലസ്ഥാനമായിരുന്നു മെഗിദ്ദോ. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈന്യശക്തി ഇവിടെ ഭാവിയിൽ ബലപരീക്ഷണം നടത്തുമെന്ന് ബൈബിൾ പ്രഖ്യാപിക്കുന്നു. 6ാമത്തെ കലശമാണ് മെഗിദ്ദോയിൽ സമ്മേളിക്കുന്ന സൈന്യശക്തിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇപ്പോൾ നമ്മൾ ആദ്യം വായിച്ച ആ കലശം വരുമ്പോഴാണ് മെഗിദ്ദോയിലെ യുദ്ധം വരുന്നത്. ആധുനിക ഇസ്രായേൽ രാജ്യത്തിലേക്ക് സാധാരണ സ്വാധീനത്താല് ഇപ്പൊ നമ്മൾ ആദ്യം വായിച്ചതിലുണ്ടായിരുന്നു രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ അവരുടെ സൈന്യത്തെ അയക്കും. ഇതിനു മുമ്പായി അവിടെ ന്യൂക്ലിയർ ജൈവ യുദ്ധങ്ങൾ അവിടെ അത് നടക്കാൻ സാധ്യതയുണ്ട്. ദാനിയേൽ 11:40-45 വായിക്കുമ്പോൾ അവിടെ ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആഗോള ആധിപത്യത്തിനായുള്ള ഈ യുദ്ധത്തിൽ മൃഗത്തിന്റെ സൈന്യം മാത്രമല്ല യൂഫ്രട്ടീസ് നദിക്കും അപ്പുറത്തുള്ള സൈന്യങ്ങളും ഈ അന്തിമ യുദ്ധത്തിൽ പങ്കെടുക്കും. ദൈവിക ഇടപെടൽ ഇല്ലെങ്കിൽ ഈ മാനവരാശി മുഴുവൻ നശിക്കുമെന്ന് കർത്താവ് പ്രവചിക്കുന്നു. ഈ അന്തിമ യുദ്ധത്തെ കുറിച്ചാണ് മത്തായി 26:22 അവിടെ പറയുന്നത്. യേശുക്രിസ്തു വന്നില്ല എങ്കിൽ ലോകത്തിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ലാണ് അവിടെ എഴുതിയിരിക്കുന്ന. അങ്ങനെയാണ് അവിടെ അന്തിക്രിസ്തുവും അവിടെ യുദ്ധത്തിന് അവിടെ മെഗിദ്ദോയിൽ അവിടെ വരുമ്പോൾ ചൈനയിൽ നിന്ന് 200 മില്യൺ ആർമി ഈ കിഴക്കൻ രാജാക്കന്മാർ വരുമ്പോൾ ഒരു അന്തിക്രിസ്തു പടിഞ്ഞാറ് സൈന്യങ്ങളുടെ നേതാവായ അന്തിക്രിസ്തു വരുമ്പോൾ ഞാൻ നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു 100 മില്യണേലും അന്തിക്രിസ്തുവിന്റെ കൂടെയുള്ള ആർമി കാണും. അങ്ങനെ ഒരു 300 മില്യൺ ആയിരിക്കും. ഇപ്പോഴത്തെ USA പോപ്പുലേഷനാണ്. അത്രയും ആർമിയാണ് അവിടെ മെഗിദ്ദോയിൽ കൂടാൻ പോകുന്നത്. അവിടെ വരുമ്പം അവിടെ ദൈവം ഇടപെട്ടില്ല എങ്കിൽ അവിടെ ഒരു മനുഷ്യരും അവിടെ ജീവിക്കൽ ലോക സർവനാശം വരും. മത്തായി 26:22 അത് ഒന്ന് വായിച്ചായിട്ട് 24:22. ആ നാളുകൾ ചുരുങ്ങിയിരുന്നതിനാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വ്രതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും.
ബ്രദർമാർ മൃത്ത് എലക്റ്റഡ്, അതുകൊണ്ടാണ് ദൈവമക്കൾ കൊണ്ടാണ് ചുരുക്കുന്നത്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുകയില്ലെന്നാണ് അവിടെ പറയുന്നത്. നല്ല സക്രിയാവ് 14:1-5 വരെയുടെ വായിച്ചായിട്ട് പെട്ടെന്ന് വായിക്കുകയാണെങ്കിൽ സമയം പോയതുകൊണ്ട് സക്കറിയ പ്രവചനം 14:1-5 വരെ. അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിക്കുവാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പകുതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതിയതുപോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിന് എതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും വാങ്ങിപ്പോകും. താങ്ക് യു. ഈ യുദ്ധത്തിന്റെ അവസാനത്തിൽ യേശുക്രിസ്തു വരുന്ന ആ സംഭവമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ഭൂപ്രകൃതിയിൽ തന്നെ വലിയ വ്യത്യാസമാണ് വരുന്നത്. ആ യുദ്ധത്തോടൊന്നും പെട്ടെന്ന് ഇപ്പം വായിച്ചതുപോലെ വായിക്കാൻ യോവേൽ 2:1, 3:2 വായിക്കുകയാണെങ്കിൽ ഉപകാരമായി. യോവേൽ 2:1. സിയോനിൽ കാഹളം ഊതുവീൻ, എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ. യഹോവയുടെ ദിവസം വരുന്നതുകൊണ്ടും അത് അടുത്തിരിക്കുന്നതുകൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. 3:2 അല്ലേ? ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എൻ്റെ ജനം നിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എൻ്റെ ദേശത്തെ വിഭാഗിച്ച് കളഞ്ഞുവല്ലോ. താങ്ക് യു. അപ്രീഷിയേറ്റ് വെരി മച്ച്. പെട്ടെന്ന് വായിച്ചതിന് വളരെ നന്ദി. ഞാൻ പെട്ടെന്ന് നിർത്തിക്കോളാം, എനിക്ക് സമയം പോയെങ്കിൽ ഞാൻ ഒരു പാരഗ്രാഫ് കൂടെ ഉണ്ട്. പിന്നെ അവിടെ ഈ ലോകത്ത് ദൈവത്തിന്റെ ന്യായവിധി ഇസ്രായേലില് അവിടെ 2 സമയത്താണ് നടക്കുന്നത്. ഈ ലോകം പാപം മൂലം ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു വന്ന കാൽവറിയിൽ ക്രൂശിൽ അവിടെ ജെറുസലേമിൽ അവിടെ കൊല്ലപ്പെട്ടു, അവിടെ ഒരു മല മുകളില്. എന്നാൽ ആ ന്യായവിധി ആയിരുന്നു? നമ്മുടെ ന്യായവിധി എല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ മേളില് പിതാവായ ദൈവം അവിടെ നടത്തി. അങ്ങനെ യേശുക്രിസ്തുവിന്റെ മരണത്താൽ നമ്മൾ ദൈവമക്കളാക്കി തീർന്നു. നമ്മുടെ ന്യായവിധിയിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. എന്നാൽ ഇവിടെ അതിനുശേഷവും കർത്താവായ യേശുക്രിസ്തുവിനെ, ഈ ദൈവത്തിന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞത് കൊണ്ട് ഈ അതിക്രമത്തിന് അന്ത്യം വരുത്തുന്നതും ഇസ്രായേലിലെ രണ്ടാമത്തെ ന്യായവിധി മെഗിദോ താഴ്വരയിൽ, ഒന്ന് പർവ്വതത്തില് കാൽവരി ക്രൂശില് മുകളിലും രണ്ടാമത്തെ താഴ്വരയിലുമാണ് ന്യായവിധി. ആ താഴ്വരയിലെ മെഗിദോയിലെ യുദ്ധമാണ്. അതിന്റെ ലോകം ഈ 2 ന്യായവിധി കൊണ്ടാണ് ദൈവം രണ്ടാമത്തെ ന്യായവിധി കൊണ്ടാണ് ലോകത്തെ കംപ്ലീറ്റ് റെസ്റ്റോറേഷൻ ദൈവം നടത്തുന്നത്. പ്രതികാരം ജാതികളുമായി ചൊരിയുന്ന യാഗവും നടന്നു. രണ്ടിലും രക്തം ഒഴുകി. ഈ 2 സംഭവങ്ങളും പാപത്തിന്മേലുള്ള ദൈവകോപത്തിന്റെ ചൊരിച്ചിലായിരുന്നു. ഈ 2 സംഭവങ്ങളും പത്രോസിന്റെ വാക്കുകൾ പറഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അത് സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ എഴുതി. അപ്പോസ്തല പ്രവൃത്തി 4:27-28. ജാതികളും ഇസ്രായേൽ ജനവും ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന നിന്റെ ഭുജബലവും ആലോചനയും മുൻ നിയമിച്ചിരിക്കുന്നത് ഒക്കെയും ചെയ്തിരിക്കുന്നു നിശ്ചയം. അവിടെ പത്രോസ് അവിടെ പറയുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തി അവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പം ആ ന്യായവിധി അവിടാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് അർമ്മഗദോനെ കുറിച്ച് എനിക്ക് പറയാനുള്ള. ദൈവം അനുവദിച്ചാൽ ഇതിന്റെ ബാക്കി വരുന്ന ആഴ്ച പറഞ്ഞിട്ട് പിന്നെ ചൈനയുടെ സംഘത്തിന്റെയും ഈസ്റ്റേൺ ഗേറ്റിന്റെയും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞാനിപ്പോ ഈസ്റ്റേൺ ഗേറ്റിന്റെ കിഴക്കേ വാതിലിന്റെ വീഡിയോ ഒന്ന് കണ്ടാൽ ഉപകാരമായിരിക്കും. മറ്റേ വീഡിയോയും. എനിവേ, താങ്ക് യു. അപ്രീഷിയേറ്റ് വെരി മച്ച്. 9 o'clock. All right. Thank you very much. Thank you very much. Okay, welcome. Okay. Bye-bye.